ആൾക്കാർക്കുള്ള ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയുള്ള പോത്താണ്. 50,000 ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാൻ ഈ ഒരു 4-5 കിൻഡലോളം ഈ ഒരു പോത്ത് തെയ്യോ ഇല്ല. അപ്പൊ എന്താ ചെയ്യാ? ഉരുക്കള് ഇഞ്ഞും വേണം. അതൊക്കെ ഇവിടെ റെഡിയാണ്. നമ്മളെ AP ഉസ്താദിന്റെ നാടായ കാന്തപുരം മഹല്ല് ജുമാ മസ്ജിദിന് സമീപം അന്ത്യവിശ്രമം കൊള്ളുന്ന അവേലത്ത് തങ്ങളുടെ ഉറൂസിനോട് അനുബന്ധിച്ച് നടക്കുന്ന അന്നദാനത്തിന് വേണ്ടിയിട്ടുള്ള ഉരുക്കളും മറ്റ് ഭക്ഷണ സാധനങ്ങളും ഒക്കെ കൊണ്ടുവരുന്ന സീനാണ് ഈ കാണുന്നത്. المنفق في سبيل الله والمتصدق على المحتاجين يتبادل العوض مع الله. എന്താണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇത്തരം ചെലവഴിക്കുന്ന ആളുകൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ആവശ്യക്കാർക്ക് ഭക്ഷണ വിതരണം നടത്തുന്നവർ പ്രതീക്ഷിക്കുന്നത് എന്താണ്? അല്ലാഹുവിൽ നിന്ന് അതിൻ്റെ പകരമാണ്. അല്ലാഹുവിന് ഒന്ന് നൽകുന്നു, അല്ലാഹു മറ്റുള്ളവർക്ക് പകരമായി നൽകുന്നു. യതബാദലുൽ ഇവള, പരസ്പരം അവർ ഒന്നിന് പകരമായി മറ്റൊന്ന് നൽകുന്നവരാണവർ. അല്ലാഹുവിന് അവർ ഒന്ന് നൽകുന്നു, അല്ലാഹുവിൽ നിന്ന് മറ്റൊന്നിനവർ സ്വീകരിക്കുന്നു. ആ സ്വീകരിക്കുന്നത് എന്താണ്? അത് പ്രതിഫലം ആണ്. വഹാദാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയുത്ഇമൂന الطعام على حبه مسكينا ويتيما وأسيرا إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا. സൂറത്തുൽ ഇൻസാൻ 9-10 ആയത്തുകൾ. അല്ലാഹു തആല ഈ ആയത്തിലൂടെ ഇത്വാമു ത്വാമിൻ്റെ മഹത്വം തന്നെയാണ് പരിചയപ്പെടുത്തുന്നത്. അബൂബക്കർ തങ്ങളും ഉമർ തങ്ങളും അതുപോലെ അലി തങ്ങളും സുബൈർ തങ്ങളും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളും സഅദ് തങ്ങളും അബൂ ഉബൈദ റളിയല്ലാഹു അൻഹും ഈ 7 സ്വഹാബികൾ ഭക്ഷണ വിതരണം നടത്തിയപ്പോൾ, അത്യാവശ്യക്കാരെ തെരഞ്ഞെടുത്തുകൊണ്ട് ഭക്ഷണ വിതരണം നടത്തിയപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ്, അവരുടെ ആ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇറങ്ങിയ ആയത്താണ് ഇത് എന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. എന്താണ് പറഞ്ഞത്? വയുത്ഇമൂന അത്അമ അലാ ഹുബ്ബി, ഭക്ഷണ വിതരണം നടത്തുന്നതിനോടുള്ള അവരുടെ അതിയായ ആഗ്രഹം കാരണം. വയുത്ഇമൂന അത്അമ അലാ ഹുബ്ബി, ആ ഇത്ആമു ത്വആമിൻ്റെ മേലുള്ള അവരുടെ ഇഷ്ടം കാരണം അവർ എന്തു ചെയ്തു? ഭക്ഷണ വിതരണം നടത്തി. ആരെ? മിസ്കീനൗ വയതീമൗ വഅസീറ, സാധുക്കളെ തെരഞ്ഞെടുത്തുകൊണ്ട്, അത്യാവശ്യക്കാരെ മനസ്സിലാക്കിക്കൊണ്ട്, യതീം മക്കളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്കൊക്കെ ഭക്ഷണ വിതരണം നടത്തി. വല്ലാത്തൊരു കാര്യം തന്നെയാണ് അവർ ചെയ്തത്. അവരുടെ നിയ്യത്ത് എന്താണ്? ഭക്ഷണ വിതരണം നടത്തുമ്പോൾ അവർ പറയുന്നത് ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും നന്ദി പ്രകടനം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നതെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ്, അല്ലാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ, നിങ്ങളിൽ നിന്ന് ഒരു പ്രതിഫലമോ ഒരു നന്ദി പ്രകടനമോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഇതു തന്നെയാണ് നേർച്ച. അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ഭക്ഷണ വിതരണം നടത്തുക, ഇതു തന്നെയാണ് നേർച്ച. ഇതു തന്നെയാണ് കാന്തപുരത്തിൽ നടന്നതും. സാദാത്ത് നേർച്ച എന്ന പേരിൽ കാന്തപുരം മഹലിൽ ഒന്നിരായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിൻ്റെ മഹലാണ്. ആ മഹലിൽ നടന്ന നേർച്ചയും ഈ ആയത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടു തന്നെയാണ്. അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഭക്ഷണം ആണ് വലിയ കാര്യം. അതെ, ഭക്ഷണം വലിയ കാര്യമാണ്. ഭക്ഷണം മാത്രം വലിയ കാര്യം എന്ന് പറയുമ്പോഴേ പിന്നെയും പ്രശ്നമുള്ളൂ. ഭക്ഷണം മാത്രം വലിയ കാര്യം എന്നല്ല, എന്നാൽ ഭക്ഷണം വലിയ കാര്യം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ ഹോട്ടലിൻ്റെ പരസ്യം കൂടി നടത്തിയത് നിങ്ങളുടെ വീഡിയോയിൽ. മാത്രമല്ല നിങ്ങളുടെ സംസാരം കേട്ടാൽ തോന്നും ഭക്ഷണത്തിനോട് തീരെ താല്പര്യമില്ല എന്ന്. എന്നാൽ എവിടെയാണ് നല്ല ബീഫ് ബിരിയാണി ഉള്ളത് എന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ട്. അപ്പോൾ തീരെ താല്പര്യമില്ലാത്തത് കൊണ്ട്
മനസ്സിലാക്കി വെച്ചതാണ്. അപ്പോൾ അത് എന്തിൽ നിന്നുള്ള സംസാരമാണ് എന്ന് ഈ വീഡിയോയിൽ തന്നെ കൃത്യമായി ബോധ്യമാവുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ നേർച്ചയടക്കമുള്ള നേർച്ചയെ ഇവർ എതിർക്കുന്നത് എന്ന് ഒരു കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഭക്ഷണം മാത്രമേ കിട്ടുള്ളൂ, കൈമടക്ക് നമുക്ക് തരൂല എന്ന്. അങ്ങനെയുള്ള പല കാരണങ്ങളും എന്നല്ലാതെ ഇസ്ലാമിക പ്രമാണങ്ങളെ കൊണ്ട് ഈ രൂപത്തിൽ നടത്തുന്ന നേർച്ചകളെ എതിർക്കാൻ ഒരു ന്യായവും ഇല്ല. അതേസമയം പണ്ഡിതന്മാരോ ഇസ്ലാമിക ബോധമുള്ളവരോ അല്ലാത്ത കമ്മിറ്റി ഭാരവാഹികൾ ഉള്ളവർ അവരുടെ ഇഷ്ടത്തിൽ നടത്തുന്ന ഇസ്ലാമിൻ്റെ ശരീഅത്തിന് നിരക്കാത്ത ചില പ്രവർത്തനങ്ങൾ മറ്റു പല സ്ഥലത്തും നടത്തുന്നത് പോലെ, സ്കൂളുകളിലും കലോത്സവങ്ങളിലും ഒക്കെ നടത്തുന്നത് പോലെ നേർച്ചയുടെ പേരിലും നടത്തുന്നുണ്ട്. അത് അംഗീകരിക്കാൻ കഴിയില്ല. അതേസമയം ഇസ്ലാമിക ശരീഅത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു നിലക്കും ഇത് പാടില്ല എന്ന് പറയാൻ ന്യായമില്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞല്ലോ, ഭക്ഷണം കൊടുക്കലാണ് വലിയ കാര്യമെന്ന്. അത് വലിയ കാര്യം തന്നെയാണെന്ന് ഞാൻ പറയാൻ കാരണം ഇമാമിയങ്ങൾ അതൊക്കെ കൃത്യമായി കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കലും യതീം കുട്ടിക്ക് ഭക്ഷണം നൽകലും അത് സുന്നത്തായ കാര്യമാണ് എന്ന് ഇമാമിയങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. തഫ്സീറുൽ ഖുർത്തുബിയൊക്കെ നോക്കിയാൽ കാണാം. സൂറത്തുൽ ഹുജറാത്തിന്റെ തഫ്സീർ നോക്കിയാൽ കാണാം, ഇത്തരം സൽക്കർമ്മങ്ങൾ തടയുന്നവരെ കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നതായി കാണാം. അൽ മുൻഫിഖു ഫീ സബീലില്ലാഹി വൽ മുതസദ്ദിഖു അലൽ മുഹ്താജീന യതബാദലുൽ ഇവള മഅല്ലാഹ്. എന്താണ്? അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഇത്തരം ചെലവഴിക്കുന്ന ആളുകൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ആവശ്യക്കാർക്ക് ഭക്ഷണ വിതരണം നടത്തുന്നവർ പ്രതീക്ഷിക്കുന്നത് എന്താണ്? അള്ളാഹുവിൽ നിന്ന് അതിൻ്റെ പകരമാണ്. അള്ളാഹുവിന് ഒന്ന് നൽകുന്നു, അള്ളാഹു മറ്റൊന്നവർക്ക് പകരമായി നൽകുന്നു. യതബാദലുൽ ഇവള, പരസ്പരം അവർ ഒന്നിന് പകരമായി മറ്റൊന്ന് നൽകുന്നവരാണവർ. അള്ളാഹുവിന് അവർ ഒന്ന് നൽകുന്നു, അള്ളാഹുവിൽ നിന്ന് മറ്റൊന്നിനവർ സ്വീകരിക്കുന്നു. ആ സ്വീകരിക്കുന്നത് എന്താണ്? അത് പ്രതിഫലം ആണ്. എന്തുകൊണ്ടാണ് ഈ ഒരു സാഹചര്യം ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം? അദ്ദേഹത്തിൻ്റെ ഉറച്ച ഈമാൻ, അതുപോലെ തന്നെ ബഅസ് ഉണ്ട്, പുനർജന്മമുണ്ട്, പ്രതിഫലം ഉണ്ട്. ചെലവഴിച്ചതിനൊക്കെ അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് തക്കതായ പ്രതിഫലം ലഭിക്കുമെന്ന അവൻ്റെ ഉള്ളിലെ ഉറച്ച വിശ്വാസമാണ് അവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. ഭക്ഷണ വിതരണം നടത്തുമ്പോൾ, അതിലേക്ക് സംഭാവനകൾ നൽകുമ്പോൾ ആ മുഅ്മിനായ വ്യക്തിയുടെ മനസ്സിലുള്ളത് എന്താണ്? ഇതിനെനിക്ക് അല്ലാഹു തആല പ്രതിഫലം നൽകുമെന്നാണ്. ആ ഉറച്ച ഈമാനിലൂടെയാണ് അദ്ദേഹം ചെലവഴിക്കുന്നത്. എന്നാൽ ഇത്തരം യൂട്യൂബ് മുഫ്തികൾ, ഇത്തരം സൽക്കർമ്മങ്ങൾക്ക് തടയിടുന്നവർ അവരാരാണ്? അമ്മൽ മുനാഫിഖുല്ലദീ ലാ യുഅ്മിനു ബിൽ ബഅസി വലാ ബിൽ ജസാഇ അതറാഹു യതസദ്ദഖു ബിശൈഇൻ യൻഫഉ. ലാ, മഹാനവർകൾ പറയാണ്, എന്നാൽ അല്ലാഹുവിൻ്റെ ബഅസിനെ കുറിച്ച്, പുനർജന്മം ഉണ്ട് എന്നതിനെക്കുറിച്ച് കൃത്യമായി വിശ്വാസമില്ലാത്ത ആളുകൾ ഇവിടെ സൽക്കർമ്മം ചെയ്താൽ അള്ളാഹുവിൻ്റെ അടുത്ത് പ്രതിഫലം ലഭിക്കുമെന്ന കൃത്യമായ ബോധം ഇല്ലാത്ത മുനാഫിഖായ ആള്, ആ ആളെക്കുറിച്ച് അദ്ദേഹം എന്തെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്ത് ചിലവഴിക്കുന്നത്, സ്വതഖ ചെയ്യുന്നത്, ഒരു യൻഫ ഉപകാരമുള്ള ഒരു വസ്തു, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് നീ കണ്ടിട്ടുണ്ടോ? ലാ. മഹാനവർകൾ തന്നെ തഫ്സീർ നോക്കിയാൽ കാണാം, മഹാനവർകൾ തന്നെ ചോദിച്ച് മഹാനവർകൾ തന്നെ അവരുടെ സ്വഭാവത്തിന് മറുപടി പറയുന്നു. അതറാഹു യതസദ്ദഖു ബിശൈഇൻ യൻഫഉ, ഉപകാരമുള്ള എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു വസ്തു സ്വതഖ ചെയ്യുന്നതായി നീ കണ്ടിട്ടുണ്ടോ അവനെ? ലാ, അങ്ങനെ സംഭവിക്കൂല. അത്തരക്കാരാണ് ഇതിന് തടയിടുന്നത്. എന്നല്ലാതെ ഭക്ഷണത്തിനോട് താല്പര്യമില്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ എന്തെങ്കിലും അനിസ്ലാമികം ഉണ്ടായതുകൊണ്ടോ ഒന്നുമല്ല. ഉണ്ടെങ്കിൽ അതല്ലേ പറയേണ്ടത്. ഈ പറഞ്ഞ ആൾക്ക് കിതാബ് തിരിയില്ല, അല്ലെങ്കിൽ അദ്ദേഹം ഒന്നും പഠിച്ചിട്ടില്ല, അങ്ങനെയൊക്കെ ആവാം. പക്ഷെ അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കുന്നവരുണ്ടല്ലോ,
അവരോട് ചോദിച്ച് വിഷയം കൃത്യമായി അവതരിപ്പിക്കാമല്ലോ. അപ്പോൾ എന്തുകൊണ്ടത് ചെയ്തില്ല? ഇതിനെതിരായിട്ട് ഒന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് എന്തൊക്കെയോ നാടൻ വർത്താനങ്ങൾ പറഞ്ഞ് വെറുതെ പരിഹസിച്ച് പോകുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കണം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.